കാട്ടുമല്ലിക. പി. സുബ്രഹ്മണ്യം നിർമ്മാണവും സംവിധാനവും നിർവഹിച്ച ചിത്രമാണ് 1966 ജൂലൈ 9 പുറത്തിറങ്ങിയ കാട്ടുമല്ലിക. കഥയും തിരക്കഥയും എഴുതിയത് കാനം ഇ.ജെ. ഗാനരചന ശ്രീകുമാരൻ തമ്പി. സംഗീതം എം.എസ്. ബാബുരാജ്. പാടിയവർ കമുകറ, ബി. വസന്ത, എൽ.ആർ. ഈശ്വരി, പി.ബി. ശ്രീനിവാസ്, പി. ലീല, എസ്. ജാനകി, യേശുദാസ്. അഭിനയിച്ചവരും കഥാപാത്രങ്ങളും: സി.എൽ. ആനന്ദൻ വിക്രമൻ, ഗീതാഞ്ജലി മല്ലിക, കെ. വി. ശാന്തി താമര, കുലദൈവം രാജഗോപാൽ ചെമ്പൻ, നടരാജൻ സിംഹൻ, പറവൂർ ഭരതൻ വീരൻ, എസ്. പി. പിള്ള കുലഗുരു, അമ്പലപ്പുഴ രാജമ്മ വിക്രമൻ്റെ അമ്മ, കൽപ്പന ചെമ്പൻ്റെ ഭാര്യ. കൂടാതെ രാജേശ്വരി, വൈക്കം മണി, ബാബു എന്നിവരും അഭിനയിച്ചു. ഛായാഗ്രഹണം ഇ.എൻ.സി. നായർ. ശ്രീകുമാരൻ തമ്പി സിനിമയ്ക്ക് വേണ്ടി ആദ്യ ഗാനരചന നടത്തിയത് കാട്ടുമല്ലികയിലാണ്. 10 ഗാനങ്ങളാണ് അദ്ദേഹം എഴുതിയത്. അതുപോലെ തന്നെ ഗീതാഞ്ജലി എന്ന പുതുമുഖമാണ് നായികയായി അഭിനയിച്ചത്. ഇതിലെ കഥ: ആനപ്പാറയുടെ തലവനാണ് സിംഹൻ. സിംഹൻ്റെ പുത്രിയാണ് മല്ലിക. മല്ലികയുടെ അടുത്ത ചങ്ങാതിയാണ് മാതുല പുത്രിയായ താമര. ദേവിയെ പൂജിക്കുവാൻ പൂക്കൾ പറിക്കുകയായിരുന്നു മല്ലികയും താമരയും. അപ്പോഴാണ് അവരെ പുലിമലയിലെ തലവനായ ചെമ്പൻ കണ്ടത്. ആ പ്രഥമ കാഴ്ചയിൽ മല്ലികയോട് ചെമ്പന് അഭിനിവേശം തോന്നി. അയാൾ അവളെ അപഹരിക്കുവാൻ ശ്രമിച്ചു. എന്നാൽ അയാളുടെ ഉദ്യമം നടന്നില്ല. അത് തടഞ്ഞത് ആർക്കും അറിയാത്ത ധീരനായ വിക്രമൻ എന്ന യുവാവാണ്. തന്നെ രക്ഷിച്ച യുവാവിനോട് മല്ലികയ്ക്ക് പ്രണയം തോന്നി. എന്നാൽ മല്ലികയിലുള്ള അടങ്ങാത്ത ആവേശം ചെമ്പനെ വിട്ടുമാറാൻ സമ്മതിച്ചില്ല. മല്ലികയെ സ്വന്തമാക്കാനായി വീരൻ എന്നവനുമായി ചെമ്പൻ ഒരു വ്യവസ്ഥയുണ്ടാക്കി. മല്ലികയെ തനിക്ക് തന്നാൽ വീരനെ ആനപ്പാറയിലെ തലവനാക്കാം. ഇതായിരുന്നു വ്യവസ്ഥ. വ്യവസ്ഥ പ്രകാരം മല്ലികയെ ചെമ്പന് നൽകാൻ വേണ്ടി വീരൻ ഒട്ടേറെ തന്ത്രങ്ങൾ പ്രയോഗിച്ചു. എന്നാൽ എല്ലാ തന്ത്രവും വിക്രമൻ എന്ന ധീരൻ തകർത്ത് കളഞ്ഞു. വിക്രമനെ വകവരുത്തിയാലേ തൻ്റെ ലക്ഷ്യം സാധിക്കൂ എന്ന് വീരന് മനസ്സിലായി. അതിനായി ഒരു മാർഗം കണ്ടുപിടിച്ചു അയാൾ. മല്ലികയെ വിവാഹം കഴിക്കണമെങ്കിൽ ക്രൂരനായ കടുവയുമായി മൽപ്പിടുത്തം നടത്തി കടുവയെ പരാജയപ്പെടുത്തുക. വീരൻ്റെ നിർദ്ദേശം ആനപ്പാറയിലെ കുലഗുരു പ്രഖ്യാപിച്ചു. വിക്രമൻ റെഡി. കടുവയുമായി മൽപ്പിടുത്തം നടന്നു. വിക്രമൻ നിഷ്പ്രയാസം കടുവയെ കഴുത്ത് ഞെരിച്ചു കൊന്നു. തൻ്റെ പദ്ധതി പരാജയപ്പെട്ടപ്പോൾ വിക്രമനെ സൂത്രത്തിൽ വീരൻ അകറ്റി. എന്നിട്ട് വിക്രമൻ മരിച്ചുപോയി എന്ന് പ്രചരിപ്പിച്ചു. ഈ അവസരത്തിൽ മല്ലികയെ തനിക്ക് നൽകാൻ സിംഹനോട് ചെമ്പൻ ആവശ്യപ്പെട്ടു. എതിർക്കാൻ പറ്റിയ സാഹചര്യമല്ല. അതുകൊണ്ട് സിംഹൻ അതിന് സമ്മതിച്ചു. മല്ലികയെ രക്ഷിക്കാനായി താമര മുന്നോട്ടിറങ്ങി. വിക്രമൻ വീട്ടിലെത്തി. തന്നെ ചതിച്ചതാണെന്ന് മനസ്സിലാക്കിയ അവൻ ചെമ്പനെ വധിക്കുവാൻ തീരുമാനിച്ചു. മല്ലികയെ കാണാൻ വിക്രമൻ ആനപ്പാറയിൽ ചെന്നു. ആനപ്പാറയിൽ ആരുമില്ല. എല്ലാവരും പുലിമലയിലാണ്. നേരെ പുലിമലയിലേക്ക് അവൻ ചെന്നു. എന്നാൽ തന്ത്രപൂർവം ചെമ്പൻ വിക്രമനെയും സിംഹനെയും തടവിലാക്കി. ആനപ്പാറയിലെ സേവകരായ പങ്കനും കണ്ടനും വീരനെ പണ്ടേ സംശയിച്ചിരുന്നു. ഒരു ദിവസം മലയിലെ സേവകനായ തങ്കൻ വീരനോട് രഹസ്യം പറയുന്നത് പങ്കൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. തങ്കനും പങ്കനും രൂപസാദൃശ്യമുള്ളവരാണ്. പങ്കൻ തങ്കനെ ബന്ധിച്ചു. പിന്നീട് അവൻ തങ്കനായി നടക്കാൻ തുടങ്ങി. വിക്രമൻ തടവറയിൽ നിന്നും രക്ഷപ്പെട്ടു. വീട്ടിലെത്തി. പക്ഷേ അപ്പോഴാണ് ഒരു സത്യം അറിഞ്ഞത്. ചെമ്പൻ വിക്രമൻ്റെ അമ്മയെയും തട്ടിക്കൊണ്ടുപോയിരിക്കുന്നു. മാതാവും മല്ലികയും നഷ്ടപ്പെട്ടിരിക്കുന്നു. ദുഃഖഭാരത്തോടെ വിക്രമൻ കാട്ടിൽ അലയാൻ തുടങ്ങി. അവിടെ വച്ച് മല്ലികയെ കണ്ടുമുട്ടി. കാര്യങ്ങൾ മനസ്സിലാക്കി. വിക്രമൻ ചെമ്പനെ നേരിടുവാൻ തീരുമാനിച്ചു. ഭാഗ്യം പറയുന്ന കുറവനും കുറത്തിയുമായി വേഷം മാറിയ വിക്രമനും മല്ലികയും പുലിമലയിലെത്തി. ചെമ്പനും വീരനും ആളെ മനസ്സിലായില്ല. അവർ കുറവനെയും കുറത്തിയെയും സ്വീകരിച്ചു. തുടർന്ന് വിക്രമൻ തൻ്റെ സാമർഥ്യം ഉപയോഗിച്ച് വീരൻ്റെ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെടുത്തുന്നു. ഒട്ടേറെ സംഘട്ടനങ്ങൾ. ഒടുവിൽ ചെമ്പനെയും വീരനെയും പരാജയപ്പെടുത്തിയ വിക്രമൻ തൻ്റെ അമ്മയെയും മറ്റുള്ളവരെയും തടവറയിൽ നിന്നും മോചിപ്പിച്ചു. പിന്നീട് വിക്രമനും മല്ലികയും വിവാഹിതരാകുന്നു.